ഹലോ ഫ്രണ്ട്സ്, ഫാക്ടറി ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമയിലൊക്കെ അഭിനയിക്കുന്ന നടന്മാരുടെ നല്ല മസ്കുലാർ ബോഡിയുടെ രഹസ്യമെന്ന് പറയുന്നത് VFX ആണെന്നാണ് മിക്ക ആളുകളും ധരിച്ചിരിക്കുന്നത്. എന്നാൽ അതിന് പിന്നിൽ ബോഡി സ്യൂട്ടുകളാണെന്ന് മിക്കവർക്കും അറിയത്തില്ല. ഇന്നത്തെ വീഡിയോയിൽ മസ്കുലാർ ബോഡി സ്യൂട്ട് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനൊപ്പം ആർട്ടിഫിഷ്യൽ ഫേസ് മാസ്ക്, കൃത്രിമ കൈകാലുകൾ, ആർട്ടിഫിഷ്യൽ ഇയർ, നോസ് എന്നിവയുടെ നിർമ്മാണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ഒക്കെ നമുക്ക് വീഡിയോ കണ്ടാലും കൃത്യമായിട്ടുള്ള ഫേസ് മാസ്കുകൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം ചെയ്യുന്നത് ഫേസ് മാസ്ക് നിർമ്മിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മനുഷ്യന്റെ മുഖത്തിനനുസരിച്ചുള്ള ഫൈബർ ഗ്ലാസ് മോൾഡ് നിർമ്മിക്കുക എന്നതാണ്. ഇങ്ങനെ നിർമ്മിക്കുന്ന മോൾഡ് നട്ടും ബോൾട്ടും ഉപയോഗിച്ച് മുറുക്കാൻ സാധിക്കുന്ന ഒരു അടപ്പ് പോലെയുള്ള ഒരു സംവിധാനത്തിനുള്ളിലേക്ക് നന്നായിട്ട് മുറുക്കി അടയ്ക്കുന്നു. അതിനുശേഷം ശരീരത്തിന് അനുയോജ്യമായ നിറം ചേർത്ത് ചൂടാക്കിയ സിലിക്കോൺ റബ്ബർ ലിക്വിഡ് ഈ മോൾഡിന്റെ ഉള്ളിലേക്ക് ഒഴിക്കുന്നു. മോൾഡിന്റെ ഉള്ളിൽ ഒഴിച്ച സിലിക്കോൺ റബ്ബർ ലിക്വിഡ് നന്നായിട്ട് ഉണങ്ങി ഉറച്ചതിന് ശേഷം അതിൽ ആവശ്യമായിട്ടുള്ള മിനുക്ക് പണികൾ ചെയ്യുന്നു. നാച്ചുറൽ ലുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഫേസ് മാസ്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ആവശ്യാനുസരണം നിറങ്ങൾ പെയിന്റ് ചെയ്യുക, തലമുടി, മീശ, പുരികം എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള കൃത്രിമ രോമങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നിവയാണ് ഈ മിനുക്ക് പരിപാടികൾ. ഫേസ് മാസ്കിന്റെ തലഭാഗത്ത് സൂചി ഉപയോഗിച്ച് മുടി ഉറപ്പിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇങ്ങനെ മുടി ഉറപ്പിച്ച ശേഷം മാസ്ക് തിരിച്ചിട്ട് മുടിയുടെ അടിഭാഗം പശ ഉപയോഗിച്ച് ഒട്ടിക്കുന്നു. മുടി ഉറപ്പിച്ചതിന് ശേഷം അവ നല്ല രീതിയിൽ വെട്ടി ഒതുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവയെല്ലാം പൂർത്തിയാക്കി കഴിയുമ്പോൾ സിലിക്കോൺ റബ്ബർ നിർമ്മിതമായിട്ടുള്ള ഈ മാസ്ക് മോളിൽ നിന്ന് ഊരിയെടുക്കുന്നു. അതോടെ അവ ഉപയോഗിക്കാനായിട്ട് തയ്യാറാകുകയാണ്. നെക്സ്റ്റ് ലെഗ്. സിനിമയിലൊക്കെ ബോംബ് സ്ഫോടനം നടന്ന രംഗങ്ങളിൽ മനുഷ്യരുടെ കാലും കൈയും ഒക്കെ മുറിഞ്ഞ് ചിതറിക്കിടക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അവയൊക്കെ സിലിക്കോൺ നിർമ്മിതമായിട്ടുള്ള കൃത്രിമ കൈകാലുകളാണ്. അവ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നമുക്ക് നോക്കാട്ടോ. ഒരു കൃത്രിമ അവയവം നിർമ്മിക്കാനായിട്ട് അതിൻ്റെ മോൾഡ് അത്യാവശ്യമാണ്. കൃത്രിമ കാല് നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു മോഡലിന്റെ സഹായത്തോടെ മോൾഡ് നിർമ്മിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. മോഡലിന്റെ ശരീരത്തിൽ ഗ്രീന്, ബ്ലൂ എന്നീ സിലിക്കൺ റബ്ബർ മിശ്രിതങ്ങൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിന് മുകളിൽ പ്ലാസ്റ്റർ ആവരണം ഉറപ്പിക്കുന്നു. ആ പ്ലാസ്റ്റർ ആവരണം ഉറച്ച ശേഷം നീക്കം ചെയ്യുന്നു. അതിനുശേഷം മോഡലിന്റെ ശരീരത്തിൽ നിന്നും സിലിക്കോൺ റബ്ബർ ആവരണവും ഇളക്കിയെടുക്കുന്നു. ഇങ്ങനെ ഇളക്കിയെടുക്കുന്ന സിലിക്കോൺ റബ്ബർ ആവരണം ആദ്യമേ ഇളക്കി മാറ്റിയ കട്ടിയുള്ള പ്ലാസ്റ്റർ ആവരണത്തിനുള്ളിലേക്ക് കൃത്യമായിട്ട് കടത്തി വെച്ചതിന് ശേഷം സിലിക്കോൺ റബ്ബർ ലിക്വിഡ് ഒരു ജാറിലെടുത്ത് അതിൽ റെഡ്, യെല്ലോ, ബ്രൗൺ എന്നീ നിറങ്ങൾ ചേർക്കുന്നു. നിറം ചേർത്ത് സിലിക്കോൺ റബ്ബർ മിശ്രിതത്തിലേക്ക് പോളി ഫൈബർ തിക്നർ എന്നിവ ചേർത്ത് സിലിക്കോൺ റബ്ബർ മിശ്രിതത്തെ കുഴമ്പ് പരുവത്തിലാക്കുന്നു. ഈ കുഴമ്പ് പോലെയുള്ള മിശ്രിതം പ്ലാസ്റ്റർ മോൾഡിന്റെ ഉള്ളിലിരിക്കുന്ന സിലിക്കോൺ റബ്ബർ ആവരണത്തിൽ ഒഴിച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നു. എന്നിട്ട് അതിനുള്ളിൽ റെഡ് സിലിക്കോൺ റബ്ബർ മിശ്രിതം നിറയ്ക്കുന്നു. അത് ഉണങ്ങി ഉറച്ചതിന് ശേഷം പുറത്തെടുക്കുന്നതോടെ നമ്മുടെ കൃത്രിമക്കാൽ നിർമ്മാണത്തിന്റെ പ്രധാന ഭാഗം അവസാനിക്കുന്നു. പുറത്തെടുത്ത സിലിക്കോൺ നിർമ്മിത കൃത്രിമക്കാലിനെ സ്വാഭാവികത തോന്നിപ്പിക്കുന്നതിന് വേണ്ടി അവയിൽ പെയിന്റ് ചെയ്യുന്നു. ഈ പെയിന്റ് പൂർത്തിയാകുന്നതോടെ ആർട്ടിഫിഷ്യൽ ലെഗ് നിർമ്മാണം പൂർത്തിയാക്കുകയാണ്. ഇനി നമുക്ക് കൃത്രിമ കൈ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. എല്ലാ കൃത്രിമ അവയവങ്ങളും നിർമ്മിക്കാൻ അവയുടെ മോൾഡ് വേണമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, എല്ലാവർക്കും അറിയാലോ. മോൾഡ് തയ്യാറാക്കാൻ ആദ്യം ചെയ്യുന്നത് ഒരു പ്ലാസ്റ്റിക് പൈപ്പ് ഒരു സ്പോഞ്ചിലോ തടിയിലോ പശ കൊണ്ട് കുത്തനെ ഉറപ്പിച്ചുകൊണ്ടാണ്. അതിനുശേഷം പ്ലാസ്റ്റിക് പൈപ്പിനുള്ളിലേക്ക് ജെനിസിസ് വി ആൽഗനൈറ്റ് എന്ന മോൾഡിംഗ് മെറ്റീരിയൽസ് മിശ്രിതം നിറയ്ക്കുന്നു. എന്നിട്ട് കൃത്രിമ കൈ നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ മിശ്രിതത്തിലേക്ക് ഒരു മോഡലിന്റെ കൈ കിടത്തുന്നു. കൈ മിശ്രിതത്തിന്റെ ഉള്ളിൽ തന്നെ വെച്ച് മിശ്രിതം ഉണങ്ങാനായിട്ട് അനുവദിക്കുന്നു. ഉറച്ച മിശ്രിതത്തിൽ നിന്നും മോഡലിന്റെ കൈ പുറത്തെടുക്കുന്നതോടെ ആർട്ടിഫിഷ്യൽ ഹാൻഡ് നിർമ്മിക്കുവാനുള്ള മോൾഡ് തയ്യാറാകുന്നു. തയ്യാറായ മോൾഡിന്റെ ഉള്ളിലേക്ക് ശരീരത്തിന്റെ നിറത്തിന് അനുയോജ്യമായിട്ടുള്ള കളറ് ചേർത്ത സിലിക്കോൺ റബ്ബർ മിശ്രിതം നിറച്ച് ഉണങ്ങാനായിട്ട് അനുവദിക്കുന്നു.
മോൾഡിന്റെ ഉള്ളിൽ നിറച്ച സിലിക്കോൺ റബ്ബർ മിശ്രിതം നന്നായിട്ട് ഉറച്ചതിന് ശേഷം അത് പുറത്തെടുക്കുന്നതോടെ കൃത്രിമ കൈയുടെ നിർമ്മാണം പൂർത്തിയാക്കുകയാണ്. ഇനി സിനിമാ ലോകത്ത് ഇന്നും വളരെയേറെ ഉപയോഗിക്കപ്പെടുന്ന ഒരു കോസ്റ്റ്യൂമാണ് ആർട്ടിഫിഷ്യൽ ബോഡി സ്യൂട്ട്. സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് അനുസരിച്ച് നടന്മാരും നടിമാരും അവരുടെ ശരീരത്തിന്റെ ആകൃതി മാറ്റുന്നത് നാം കണ്ടിട്ടുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ കഥാപാത്രത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ പ്രകടമാക്കാൻ അവർക്ക് സാധിക്കാതെ വരുമ്പോൾ അവർക്ക് സഹായകമാകുന്ന ഒരു ആക്സസറിയാണ് ആർട്ടിഫിഷ്യൽ ബോഡി സ്യൂട്ടുകൾ. ഇവ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ബോഡി സ്യൂട്ട് നിർമ്മിക്കുന്നതിന് ആദ്യം അയാളുടെ ശരീരത്തിന്റെ കൃത്യമായിട്ടുള്ള അളവുകൾ മനസ്സിലാക്കണം. ആ അളവുകൾക്ക് അനുസരിച്ചുള്ള ഒരു ബോഡി മോൾഡ് നിർമ്മിക്കുവാൻ ആരംഭിക്കുന്നതോടെയാണ് ആർട്ടിഫിഷ്യൽ ബോഡി സ്യൂട്ടിന്റെ നിർമ്മാണം ബിഗിൻ ചെയ്യുന്നത്. ബോഡി സ്യൂട്ട് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തു സിലിക്കോൺ റബ്ബറാണ്. ആർക്ക് വേണ്ടിയാണോ സ്യൂട്ട് നിർമ്മിക്കുന്നത് അയാളുടെ ശരീരത്ത് ആദ്യം ഗ്രീൻ സിലിക്കണും പിന്നെ ബ്ലൂ സിലിക്കണും തേച്ച് പിടിപ്പിക്കുന്നു. ഇവയിൽ ആദ്യം തേച്ച് പിടിപ്പിക്കുന്നത് ഗ്രീൻ സിലിക്കോൺ ആണ്. അതിനൊരു കാരണമുണ്ട്. ഗ്രീൻ സിലിക്കോണിൽ എണ്ണ അടങ്ങിയിട്ടുണ്ട്. ഈ എണ്ണ ഉണങ്ങിയതിനു ശേഷം മോൾഡ് ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കുമ്പോൾ ശരീരത്തിന്റെ രോമങ്ങൾ മോൾഡിൽ ഒട്ടിപ്പിടിക്കുന്നത് തടയുന്നു. ഗ്രീന്, ബ്ലൂ എന്നീ സിലിക്കോൺ റബ്ബറുകൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം അവയ്ക്ക് മുകളിൽ പ്ലാസ്റ്റർ ഉറപ്പിച്ച് സിലിക്കോൺ റബ്ബർ ആവരണത്തെ ശരീരവുമായിട്ട് നന്നായിട്ട് ഉറപ്പിച്ചു വെക്കുന്നു. ശരീരത്തിലെ ഓരോ കുഞ്ഞു ഡീറ്റെയിൽസും സിലിക്കോൺ റബ്ബർ ആവരണത്തിൽ നന്നായിട്ട് പതിയുവാനും അതുപോലെ തന്നെ ബോഡി സ്യൂട്ട് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഫൈബർ ഗ്ലാസ് മോൾഡ് നിർമ്മിക്കുവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് സമയത്തിന് ശേഷം പ്ലാസ്റ്റർ ആവരണം ശരീരത്തിൽ നിന്ന് നീക്കി സിലിക്കോൺ റബ്ബർ ആവരണം ശരീരത്തിൽ നിന്ന് മുറിച്ചെടുത്ത് വേർപെടുത്തുന്നു. ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റിയ പ്ലാസ്റ്റർ ആവരണം ഉപയോഗിച്ച് ഫൈബർ ഗ്ലാസ് നിർമ്മിതമായിട്ടുള്ള ഒരു മോൾഡ് നിർമ്മിക്കുന്നു. ഈ കളിമണ്ണ് കൊണ്ട് പൊതിഞ്ഞ മോൾഡിന് മുകളിലേക്ക് ശരീരത്തിന്റെ നിറവുമായിട്ട് മാച്ച് ചെയ്യുന്ന പ്രത്യേക കെമിക്കലുകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ സിലിക്കോൺ റബ്ബർ മിശ്രിതം പൂശി ഉണക്കുന്നു. ഉണങ്ങിയ ശേഷം അതിന് മുകളിൽ സ്പ്രേ പെയിന്റ് ചെയ്ത് ബോഡി സ്യൂട്ട് കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് മാറ്റും. പെയിന്റ് ഉണങ്ങിയ ശേഷം ബോഡി സ്യൂട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ കൃത്രിമ രോമങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. അതും പൂർത്തിയാകുന്നതോടെ മോൾഡിൽ നിന്നും ഏറ്റവും പുറത്തെ ആവരണം ഇളക്കിയെടുക്കുന്നതോടെ ആർട്ടിഫിഷ്യൽ ബോഡി സ്യൂട്ട് ഉപയോഗിക്കുന്നതിന് തയ്യാറാകുന്നു. വളരെയേറെ സൂക്ഷ്മതയും കഴിവും ക്ഷമയും സമയവും എടുക്കുന്ന ഒരു നിർമ്മാണ പ്രക്രിയയാണ് ആർട്ടിഫിഷ്യൽ ബോഡി സ്യൂട്ടിന്റെ നിർമ്മാണത്തിന് പിന്നിലുള്ളതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇനി ഇയർ കൃത്രിമ ചെവി നിർമ്മിക്കുന്നതിനുള്ള മോൾഡ് നിർമ്മിക്കുക എന്നത് സാധാരണ അവയവങ്ങളുടെ മോൾഡ് നിർമ്മിക്കുന്നത് പോലെ എളുപ്പമല്ല. കൃത്രിമ ചെവി നിർമ്മിക്കുന്നതിന് അവ നിർമ്മിക്കാൻ വൈദഗ്ധ്യമുള്ള പ്രോസ്തെറ്റിസ്റ്റ് അല്ലെങ്കിൽ അനാപ്ലോസ്റ്റോളജിസ്റ്റ് ആയിരിക്കും. ആർക്ക് വേണ്ടിയാണോ ചെവി നിർമ്മിക്കുന്നത് അവരുടെ ശരീരത്തിന് അനുയോജ്യമായ അളവിലുള്ള കൃത്രിമ ചെവി നിർമ്മിക്കാനുള്ള മോൾഡ് തയ്യാറാക്കുന്നത് 3D പ്രിന്റിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ്. 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മോൾഡുകളിൽ തൊലിയുടെ നിറത്തിന് അനുയോജ്യമായിട്ടുള്ള കളറ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്ന സിലിക്കോൺ റബ്ബർ മിശ്രിതം നിറച്ചാണ് അവ ഉണക്കിയെടുത്ത് ആർട്ടിഫിഷ്യൽ ഇയർ നിർമ്മിക്കുന്നത്. സ്ഥിരമായിട്ട് ഉറപ്പിക്കാൻ സാധിക്കുന്നവയും അതുപോലെ തന്നെ ഡിറ്റാച്ച് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഈ കൃത്രിമ ചെവികൾ സാധാരണയായിട്ട് മൈക്രോഷ്യ എന്ന രോഗബാധിതരായ ആളുകളാണ് ഉപയോഗിക്കുന്നത്. കൃത്രിമ ചെവി പോലെ തന്നെ കൃത്രിമ മൂക്കും സിലിക്കോൺ റബ്ബർ ഉപയോഗിച്ച് നിർമ്മിക്കാറുണ്ട്. 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ തന്നെയാണ് ഇവിടെയും ആർട്ടിഫിഷ്യൽ നോസിന് വേണ്ടിയിട്ട് മോൾഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഉപഭോക്താവിന് അനുയോജ്യമായ ആകൃതിയിലുള്ള മോൾഡിൽ സിലിക്കോൺ റബ്ബർ മിശ്രിതം നിറച്ച് ഉണക്കിയെടുത്തിട്ടാണ് ആർട്ടിഫിഷ്യൽ നോസ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സുകൾ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് തത്സമയം ലഭിക്കുന്നതിനായിട്ട് ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.